ഗൈസ്, ഞാൻ 2 വർഷമായി ബാംഗ്ലൂർ വന്നിട്ട് ഇതുവരെ ഞാൻ ചർച്ച് സ്ട്രീറ്റ് പോയിട്ടില്ല. ഫസ്റ്റ് ടൈം പോകുന്നത് അശ്വിനിയുടെയും ഈ പുറകെ വരുന്ന 2 സാധനങ്ങളുടെയും കൂടെ. കുറെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മള് അശ്വിനെ മുന്നിൽ നടത്തി. ഇപ്പോഴാണ് അറിയുന്ന അവള് ഗൂഗിൾ മാപ്പ് ഇടാൻ പോവാണെന്ന്. അവള് മുന്നിൽ പോകുന്നുണ്ട്. അതെ, അശ്വിനി മുന്നിൽ നടക്കുന്നുണ്ട്. മാപ്പ് ഇട്ടിട്ട് അങ്ങനെ നമ്മൾ ഇവളെ ഫോളോ ചെയ്ത് ഒരുപാട് ദൂരം നടന്നു കേട്ടോ. ഒരു 10-15 മിനിറ്റോളം നടന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് വഴി തെറ്റി. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു ചേട്ടനോട് വഴിയൊക്കെ ചോദിച്ചിട്ട് ചേട്ടൻ പറഞ്ഞെന്ന വഴിയും മാപ്പും ഒക്കെ ഇട്ട് വീണ്ടും നമ്മൾ വന്ന വഴി വീണ്ടും നടന്നു. അറ്റ് ലാസ്റ്റ് നമ്മൾ ചർച്ച് സ്ട്രീറ്റ് കണ്ടുപിടിച്ചു. ഇതാണ് എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ഇങ്ങനെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ചർച്ച് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളിതേ നമ്മുടെ ശ്രീലക്ഷ്മിനെയും അനിയത്തിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അവരെയും നമ്മുടെ കൂടെ കൂട്ടി നമ്മൾ വീണ്ടും എക്സ്പ്ലോർ ചെയ്ത് പോയി. അങ്ങനെ ഒരു സ്പെക്സിൻ്റെ കടയിലൊക്കെ എത്തിയപ്പം അശ്വിനി 2-3 സ്പെക്സൊക്കെ നോക്കി. അവൾക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. നമ്മളൊന്നും വാങ്ങിയില്ല. അഫോർഡബിൾ റേറ്റ് ആട്ടോ, നമുക്ക് ബാർഗെയിനിങ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഇവിടെ 30 റുപ്പീസിൻ്റെ ഇയറിങ്സ് അങ്ങനെയൊക്കെ കുറേ കുട്ടി കുട്ടി ഷോപ്പുകൾ ഇങ്ങനെ ഒരുപാടുണ്ട്. അങ്ങനെ ഈ ഷോപ്പ് കണ്ടപ്പോൾ ഇവന്മാർ 2-3 ഹൂപ്സൊക്കെ മേടിച്ചു. പിന്നെ ചർച്ച് സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരുപാട് നടക്കാനുണ്ട്. നമ്മൾ നടന്ന് ഓരോ സ്ഥലങ്ങളും കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മൾ ഓരോ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ ഒരു പൂ വിൽക്കുന്ന ചേച്ചീനെ കണ്ട് ചേച്ചീനോട് റേറ്റൊക്കെ ചോദിച്ചപ്പം ഒരു പൂവിന് 40 രൂപ. അപ്പുറം നമ്മൾ ഇതിലും റേറ്റ് കുറവിൽ കണ്ടു, പക്ഷെ എന്നാലും വാങ്ങിയില്ല. അങ്ങനെ നമ്മൾ കുറേ നടന്നതേ തിരിച്ച് ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് എല്ലാവർക്കും കൂടി ഇരിക്കാൻ. അവിടെ ഇരുന്ന് സൊറയൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെയും അശ്വിനി ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സ്ഥലമൊക്കെ തപ്പി പോകുന്നുണ്ടോ. അവളാണ് പോകുന്നത്. അവൾ പോയി കുറേ പൂക്കളൊക്കെ കണ്ടെന്നും പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത്. പിന്നെ കുറേ ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു, ക്രോക്സിൻ്റെ ഒക്കെ റേറ്റൊക്കെ ചോദിച്ചു. നമ്മൾ വാങ്ങിയില്ല കേട്ടോ നമ്മളൊന്നും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശപ്പടിച്ചു. അങ്ങനെ നമ്മൾ പാച്ചൂസ് റോളിലേക്ക് എത്തി. അശ്വിനി നമ്മളോട് പറഞ്ഞു ജംബോ റോൾ വർത്താണ്, അത് മേടിച്ചോ, വിശപ്പ് മാറും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലാവരും അത് ഓരോന്ന് ഓർഡറൊക്കെ ചെയ്ത്. ശരിക്കും 130 റുപ്പീസിന് നല്ല വർത്താണ്, ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത ജ്യൂസും നമുക്ക് കിട്ടി. അതൊക്കെ കുടിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ജംബോ റോളും കിട്ടി. അതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് റൂമിലെത്തി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.